എന്താ സുഖം. ഇത്തിരി തണുപ്പതാ. എന്താ സുഖം. നല്ല തണുപ്പ്. നല്ല തണുപ്പുണ്ടോ? നല്ല തണുപ്പ്. അയ്യോ ഓടരുത്. എവിടെ ഓടണ്? എന്തായിരുന്നു പരിപാടി? ചേച്ചി വെള്ളം കുടിക്കാൻ വേണ്ടി. വെള്ളം കുടിക്കാൻ വേണ്ടിട്ടാ? കള്ളം പറഞ്ഞാ ഇടി കൊള്ളും. എന്തായിരുന്നു പരിപാടി? ചേച്ചി ഭയങ്കര ചൂടല്ലേ? ചൂടായത് കൊണ്ട് ഫ്രിഡ്ജും തുറന്നിട്ട് അതിന്റെ അകത്ത് തലയിട്ട് ഇരുന്ന് അല്ലേ? എന്റെ കൊച്ചിങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. നിന്നെ കണ്ടല്ല കല്ല് ഓരോന്നൊക്കെ പഠിക്കണത്. ഇങ്ങനെ ചെയ്ത ഇപ്പൊ എന്താ കുഴപ്പം? എന്റെ പാറു, ഇത്രയും നേരം ഈ ഫ്രിഡ്ജും തുറന്നു വെച്ചിരുന്ന എന്തോരം കറണ്ട് ബില്ല് വരുമെന്ന് അറിയോ? ഇതൊക്കെ ആരടയ്ക്കും? എന്റെ പൊന്നാര ചേച്ചി അടയ്ക്കും. കാര്യം പറയുമ്പോ പുനരിപ്പിക്കാൻ വന്നാണ്ടല്ലോ. എന്റെ വാരിക്കണ കേക്കരുത് കേട്ടോ. അതിന് മേലെ ഇങ്ങനെ ചെയ്യരുത്. വഴക്ക് പറഞ്ഞതല്ല, കാര്യം പറഞ്ഞു കൊടുക്കുന്നതാ. എടാ നിനക്കറിയോ, ഇപ്പൊ കല്ലുവിന്റെയും പാറുവിന്റെയും AC ആണ് ഈ ഫ്രിഡ്ജ്. ഇപ്പൊ ചൂടെടുക്കുമ്പോഴത്തേക്ക് രണ്ടും കൂടെ ഫ്രിഡ്ജും തുറന്നിട്ട് ആഹാ എന്തൊരു തണുപ്പെന്നും പറഞ്ഞാ നിക്കണത്. ഇതിനാണോ കൊച്ചിനെ ഇങ്ങനെ വഴക്ക് പറഞ്ഞേ? ഞാനും ചെറുപ്പത്തിൽ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുള്ള. എടാ ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നേരം അറിയില്ലല്ലോ ഇത്രയും കറണ്ട് ബില്ലൊക്കെ വരുമെന്ന്. ചേച്ചിയുടെ ചെറുപ്പത്തെ കഥയൊക്കെ കേട്ട് നമ്മളൊന്നും മതി. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വരും. ചേച്ചിയുടെ കുറെ ചെറുപ്പത്തിലെ കഥകളൊന്നും പറഞ്ഞു. என்ன எல்லாரும் இங்க நிக்கிறீங்க? ஏதாவது தேவை இருக்கா? ഒരു தேவையும் ഇല്ല. അല്ല പാടൂരമ്പലത്തിൽ പോയ ആളെ കാണാനില്ലല്ലോ. பாழூர் கோவில்ல போனதுக்கு அப்புறம் நம்ம சரளா இருக்காங்கல்ல, அவங்க அம்மாக்கு உடம்பு சரியில்லையா. அப்ப அம்மா வந்து அவங்கள பார்க்க போயிருக்காங்க. ഞാൻ ചോദിച്ചേടാ അമ്മയടുത്ത് ഞാൻ കൂടെ വരണമെന്ന്. അപ്പൊ അമ്മ പറഞ്ഞു വേണ്ട, ഒറ്റയ്ക്ക് പോയിക്കോളാന്ന്. ഇത് പടവലത്ത് കറങ്ങി നടക്കാനുള്ള പരിപാടിയാണെന്നേ. അമ്മമ്മ വർഷങ്ങളോളം അവിടുത്തെ തറവാട്ടിലല്ലായിരുന്നോ? അപ്പൊ പഴയ ഓർമ്മകളൊക്കെ അയറക്കി ഇരിക്കുമായിരിക്കും. അയ്യങ്ങട്ടെത്തിക്കോളൂന്നേ. ഞാൻ തന്നെ ദുബായിലായിരുന്ന സമയത്ത് ഇവിടുത്തെ നാട്, നാട്ടുകാര്, ഉത്സവം, വെടിക്കെട്ട്, എന്തോരം കാര്യങ്ങളാണ് ഞാൻ മിസ് ചെയ്തേക്കുന്നത്. നമ്മുടെ നാട് വിട്ടു നിൽക്കുമ്പോഴേ നാടിന്റെ വില മനസ്സിലാക്കും. ആ സിദ്ധു പറഞ്ഞ കറക്റ്റാണ്. ഞാൻ ഗൾഫിലായിരുന്നപ്പോഴും നാട്ടിലെ കാര്യം ആലോചിച്ച് എന്റെ കണ്ണ് നിറയുമായിരുന്നു. അത് ദുബായിൽ വെച്ച് നാട്ടുകാരെയും വീട്ടുകാരെയും ഉത്സവവും വെടിക്കെട്ടും എല്ലാം മിസ് ചെയ്യും. എന്നാ ഇവിടെ ഒരു പാവം പിടിച്ച ഭാര്യയും കൊച്ചുണ്ട്, അതിനെ മാത്രം മിസ് ചെയ്യില്ല. സീനാക്കല്ലേ, ഞാനത് പറഞ്ഞു വന്നപ്പോ മിസ്സായിപ്പോയല്ലേ? ആഹാ മതി മതി, മിസ്സാവും, എനിക്കറിയാം. കുഴപ്പമില്ല, ശീലമാ. ആരാ? അമ്മൂമ്മയാണോ? എന്താ അമ്മൂമ്മ? അപ്പൊ ഇന്ന് ഇങ്ങോട്ട് വന്നില്ലേ? എന്നാ വേഗം വാ. ആണോ? ശരി. എന്താ ലച്ചു? ഒന്നുമില്ല. എന്തോ ആലോചനയിലാണല്ലോ. ഇതാണ് ഒന്നുമില്ല. അമ്മൂമ്മയുടെ കാര്യം ഓർത്തിരിക്കുക. ഇല്ല, അമ്മൂമ്മ പറയുമായിരുന്നേ, അടപ്പടലത്ത് പോയപ്പോഴേ അപ്പൂപ്പൻ്റെ ഓർമ്മകളൊക്കെ ഭയങ്കരമായിട്ട് അമ്മൂമ്മനെ ഹോണ്ട് ചെയ്യണമെന്ന്. അപ്പം അതൊക്കെ കേട്ടപ്പം എനിക്കും ഭയങ്കരമായിട്ട് വിഷമായി. അമ്മൂമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞ സൗണ്ടൊക്കെ ആയിട്ട് അറിയും. ശരിക്കും നമ്മളൊക്കെ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? എന്തിനാ പോകുന്നേ? ഇവിടെ വരിക, എല്ലാം കാണുക, പോവുക. വേറെ ചോരത്തിന് പ്രസക്തിയൊന്നുമില്ല. കാലങ്ങളായിട്ടേ മനുഷ്യർ ഇതിന്റെ കാരണങ്ങൾ തേടിക്കൊണ്ടിരിക്കുക. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര പെയിൻഫുൾ ആണ്.
ഞാൻ പറഞ്ഞല്ല, ഓർമ്മയുണ്ടല്ലോ? ഒച്ച വെക്കരുത്, പതുക്കെ നടക്കണം. അമ്മൂമ്മ ഇപ്പൊ അടുക്കളയില് പടവലത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തുടങ്ങിക്കാം. എന്തായാലും ഇപ്പൊ ഇങ്ങോട്ട് വരത്തില്ല. കല്ലു, ആ സഞ്ചിക്കകത്ത് എന്തുവാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? കമാ ചിലപ്പോ ആയിരിക്കും, നോക്കാം. മോളെ ഉണ്ടാവോ? ഇല്ല. അമ്മൂമ്മ കൊണ്ടുവന്ന സഞ്ചി ഉണ്ടാ? ഒന്ന് പോവല്ലു, മാലക എടുത്താണ് ചോദിക്കുന്നത്. നശിപ്പിച്ച് എന്താ നോക്കിക്കോ, ഓടിക്കാം. ഇനി രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. എന്താ രണ്ടുകൂടെ തട്ടിമറിച്ചിട്ടെ? ഒന്നുമില്ല ചേച്ചി. ഒന്നുമില്ല ചേച്ചിന്നാ? നിങ്ങൾ എന്തിനാ മുറിയുടെ അകത്ത് കയറിയത്? അത് ചുമ്മാ കയറിയതാ. എന്ത് സാധനം തട്ടി താഴെയിട്ടെ? എന്തോ ഒരു സാധനം. എന്തോ ഒരു സാധനം? நிஜமா சொல்லுங்க, நீங்க ஏதாவது தேடுறதுக்குள்ள இருந்தீங்களா? അല്ല. സത്യം പറ, ഇപ്പൊ എന്തിനാകത്ത് കയറിയേ? എന്തെങ്കിലും പറ, ആലോചിച്ചിട്ട്. ആ, എന്റെ ഒരു പേന തപ്പാൻ കേറിയതാ. ആ, പേന തപ്പാൻ കേറിയതാ. കൊച്ചിന് ഇപ്പഴാ അത് ഓർമ്മ വന്നേ. പേന തപ്പാൻ കേറിയതമ്മ. കള്ളം പറഞ്ഞ ഞൊട്ടും. എനിക്ക് മനസ്സിലായി എന്തുവാന്ന്. ഞാൻ പടവലത്തിൽ നിന്നൊരു സഞ്ചി ഉണ്ടെന്നില്ലയോ, അതിനകത്ത് എന്താന്ന് തപ്പാൻ കയറിയതാ. എന്റെ കൊച്ചി, അതിനകത്തിലൊന്നും ഒന്നുമില്ല. പടവലത്ത് കുറച്ച് രേഖകളൊക്കെ ഇരുന്നു, അതെല്ലാം കൂടെ ഒരു കവറിനകത്തിലാക്കി ഞാൻ ഇങ്ങ് കൊണ്ടുവരുന്നു, അത്രേ ഉള്ളൂ. ഇതാണ് ഇവിടെ ഒരു ചർച്ച. ചർച്ചയൊന്നുമില്ല. അമ്മൂമ്മ പടവലത്തിൽ നിന്ന് ഒരു സഞ്ചിയില് കുറെ സാധനങ്ങൾ കൊണ്ടുവന്നില്ലേ, അതെന്താന്ന് ഇവർക്ക് അറിയണം. അത് തപ്പാൻ കയറിയതാ രണ്ടും. എന്തൊക്കെയോ തട്ടിമറിച്ച് താഴെയിട്ട്. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ പിള്ളേരെ? ആ, അതിന്റെ കാണാനുണ്ട്. അല്ല പടം വരയ്ക്കാനാ പുറത്ത് കളിക്കാനൊക്കെ പോ. ചെല്ല്. കല്ലു, വാ കളിക്കാം. ശരിക്കും സഞ്ചിക്കാത്ത എന്താ? എന്റെ കൊച്ചെ, ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ കുറച്ച് രേഖകളൊക്കെ ഇരുന്നു, അത് അവിടെ ഇരുന്ന ചെതല് പിടിച്ച് പോകത്തില്ല. നമ്മൾ എപ്പോഴും അങ്ങോട്ട് പോകുന്നില്ലല്ലോ, അതുകൊണ്ട് അതൊരു സഞ്ചിക്കകത്തിലാക്കി ഒരു ബണ്ടിലാക്കി ഞാനിങ്ങ് കൊണ്ടുവരുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കി പോ പിള്ളേരെ. ആയിക്കോട്ടെ, വഴിമാറും. ഇനി അതവിടെ വെച്ചിരുന്ന ശരിയാവോ? ശരിയാവത്തില്ല. എന്താ? ഒന്നുമില്ല. ആ, ഒന്നുമില്ലല്ലോ. ആ, എന്താ? അമ്മ நான் பாவம் தானே, அதுக்குள்ள என்னன்னு என்கிட்ட மட்டும் சொல்றீங்களா? പറയാൻ നിക്ക്. ആരടുത്തും ചെന്ന് വിളമ്പാൻ നിൽക്കരുത്. யார்கிட்டயும் சொல்ல மாட்டேன். என்னம்மா ബോംബാ? ബോംബാ, വായിലിട്ട് പൊട്ടിക്കാൻ. എന്താ അവിടെ നോണം കേട്ടോ. റേഡിയോ പുതുസാമാ? പുതിയതാ, ഇന്നലെ ഇങ്ങോട്ട് വാങ്ങിച്ചോണ്ട് വന്നതേ ഉള്ളൂ. ഒന്ന് പോവച്ചേ.
10-40 വർഷത്തെ പഴക്കമുണ്ട്. ഇത് പാടുമാ? ഓൺ ചെയ്ത് വെച്ചിട്ടേ നമ്മൾ പാടണം. ഓ அப்படிதான் ഇത് വർക്ക് ആവുമാ? അത് നമ്മൾ അങ്ങനെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അത് തന്നെ നമ്മൾ പാടുമ്പോൾ അങ്ങ് വർക്കാവും. ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ഒരു സാധനം. ഇത് കേടാ കൊച്ചേ. 10-40 വർഷങ്ങൾക്ക് മുമ്പേ അപ്പൂപ്പൻ്റെ ഒരു ബന്ധു അപ്പൂപ്പന് കൊണ്ട് കൊടുത്തതാ. யாரு உங்க അപ്പൂപ്പനാ? അയ്യോ, എൻ്റെ അപ്പൂപ്പനല്ല, ഇവിടുത്തെ പിള്ളേരുടെ അപ്പൂപ്പന്. ഓ നമ്മ അപ്പാവാ? മദ്രാസിന്നൊരു ബന്ധു കൊണ്ട് കൊടുത്തതാ. മദ്രാസാ? எங்க ஊரு? அப்படின்னா இதுல தமிழ் பாட்டு மட்டும்தான் வருமா? ആകാശവാണി തമിഴ് പാട്ട് മാത്രമേ വരത്തുള്ളൂ. അതറിയത്തില്ലല്ലയോ? എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ ഇതിനെ? മലയാളവും വരുമാ? മലയാളം പാട്ട് കേൾക്കുമായിരുന്നു. പിള്ളേരുടെ അപ്പൂപ്പനെ ഇതിനകത്ത് പാട്ടും വാർത്തയൊക്കെ കേട്ടിങ്ങനെ ചാരുകസേരയിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അതൊക്കെ ഒരു ഓർമ്മയാ. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇത് കണ്ടപ്പം ഞാനിങ്ങനെ എടുത്തോണ്ട് പോരുന്നതാ. ഇനി ഇതിവിടെ വെച്ചാൽ ശരിയാവത്തില്ല. ഞാനിത് അടുക്കളയിലേ കബോർഡിൻ്റെ കീഴിൽ കൊണ്ടുവെക്കാം. നീ ഇത് ആരോടും പറഞ്ഞു കൊടുക്കല്ലേ. ഇവിടുത്തെ 2 പീക്കിരികൾ കണ്ടാലത്തെ സ്ഥിതി അറിയാമല്ലോ. അന്നേരം തന്നെ അത് വലിച്ചു പറിച്ച് 4 പങ്കാക്കും. പിന്നെ കേശു പറഞ്ഞാൽ അപ്പം തന്നെ സ്ക്രൂ ഡ്രൈവർ എടുത്തോണ്ട് വരും, റിപ്പയറിങ് തുടങ്ങും. അതുകൊണ്ട് ആരും അറിയരുത്. അറിയാലോ? നീ ഒരു കാര്യം ചെയ്, പതുക്കെ കതവ് തുറന്ന് അവിടെ ആരെങ്കിലും നിപ്പുണ്ടോ നോക്ക്. ഞാൻ പതുക്കെ അങ്ങ് അടുക്കളയിൽ കൊണ്ടുപോവാം. ചെല്ല്. கனகேண்டி இங்க வாப்பா. என்ன லட்சு? அந்த சஞ்சிக்கு உள்ளில என்ன இருக்கு? எனக்கு தெரியாது. ആ സഞ്ചിയിൽ എന്തോ ഉള്ളേ? எனக்கு தெரியல பாரு. ആന്റിയുടെ അടുത്ത് അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ടാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. எனக்கு தெரியாது ലച്ചു. ആന്റി ആണല്ലോ അമ്മൂമ്മയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി. അതുകൊണ്ട് സത്യം പറ. நிஜமா சொல்றேன், எனக்கு தெரியாது. ആന്റി അങ്ങനെ പറയാന്റി. நான் சொன்னா அம்மா என்ன சரியாக்குவாங்க. പറയല്ലേ, ഞങ്ങള് ശരിയാക്കും. എന്റെ ഒരു കമാൻഡ് മതി, പിന്നെ വന്ന് ആക്രമിക്കും. வேண்டாம், நான் சொல்றேன். ஆனா அம்மா கிட்ட சொல்லக்கூடாது. இல்ல சொல்ல மாட்டேன், சொல்ல. அந்த சஞ்சிக்குள்ள ரேடியோ. ரேடியோயா? உங்க அப்பூப்பா இருக்காங்கல்ல, அவங்களோடது. 40 வருஷம் பழக்கம் இருக்கான். அதுல பாட்டெல்லாம் பாடுமா, ஆகாசவாணின்னெல்லாம் சொன்னாங்க. ஆனா இப்போ அது ஒர்க் ஆகாது. அம்மா வந்து உங்கள்கிட்ட யார்கிட்டையும் சொல்லக்கூடாதுன்னு சொன்னாங்க. என்னன்னா இப்ப பிள்ளைங்க கேஸ் எல்லாம் தெரிஞ்சுன்னா அது நாசம் பண்ணுவாங்கன்னு சொன்னாங்க. ஓகே, சொல்ல மாட்டோம். நான் சொன்னேன்னு மட்டும் சொல்லக்கூடாது. வரையில்ல. நான் போட்டா? ഓ, ആ സഞ്ചിക്കകത്ത് അപ്പൂപ്പനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റേഡിയോ ആയിരുന്നു. അമ്മൂമ്മ പിടിക്കോ? ഏയ്, അമ്മൂമ്മ അപ്പുറത്തെ പറമ്പിൽ പോയേക്കുക. വരുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ സാധനം അടിച്ചു മാറ്റാൻ എന്റെ അമ്മായി കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. നിന്റെ അപ്പൂപ്പന്റെ റേഡിയോ നൈസേട്ടന്റെ അപ്പൂപ്പനെ വിളിച്ചാണോ? അല്ലടേ, ഡച്ചല്ലടേ.
ലച്ചൂസേ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതേ ജാമ്പവാന്റെ കാലത്തുള്ള സാധനമാ. നമ്മളിത് കയറി പണിതത് കുളവാക്കണ. പക്ഷെ എന്റെ ഭംഗിയൊന്ന് നോക്കിക്കേ, എന്ത് അടിപൊളിയായിട്ട് അവര് സൂക്ഷിച്ചു വെച്ചേക്കുന്നേ. പിന്നെ ഇത് അലംഭാവൊന്നുമില്ല. അപ്പൊ നിനക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഒരു കൈ ട്രൈ ചെയ്യാം. നീയാ? നീ എങ്ങനെ? ഓ ഹലോ, ഞാൻ ഇലക്ട്രോണിക് സാധനങ്ങളുടെ ഇടയിൽ കിടന്നാണ് വളർന്നത്. ഇത് തുറക്കുക, എന്നിട്ട് ഇതിന്റെ അകത്തെ കപ്പാസിറ്റർ, പിൻബോർഡ് സർക്യൂട്ട്, കോയിൽസ് ഇതെല്ലാം ചെക്ക് ചെയ്യാം. അതൊക്കെ ചെക്ക് ചെയ്യാൻ എനിക്കറിയാം. ഓ ആള് പുലി തന്നെ. എന്നല്ല എന്നാ വിചാരിച്ചേ. ഗൗരിയേ, എല്ലാരും കൂടെ ഇവിടെ വന്ന് കഥയും പറഞ്ഞിരിക്കാന്നോ? അമ്മൂമ്മ അപ്പുറത്തെ പറമ്പിലായിരുന്നില്ല. എന്താ? ഒന്നുമില്ല. എന്താണ് എല്ലാവരുടെ മുഖത്തൊരു കള്ള ലക്ഷണം? ഏതാണ്ട് കാര്യം ഒപ്പിക്കാനുള്ള പരിപാടിയാണല്ലോ. ഇല്ലെന്ന്, ഞങ്ങള് ഈ മാങ്ങ പറിക്കുന്ന ചർച്ചയിലായിരുന്നു. അതെ അതെ അതെ. ചർച്ചയും ചെയ്തോണ്ട് ഇവിടെ നിന്നോ? പടവലത്തുനിന്ന് കൊണ്ടുവന്ന് ചക്ക അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അത് വൃത്തിയാക്കണ്ടേ? അത് വെച്ച് അട ഉണ്ടാക്കണ്ടേ? അട ഉണ്ടാക്കണം. ഉണ്ടാക്കണം എന്ന് പറഞ്ഞോണ്ട് ഇവിടെ നിന്നാ മതി. അല്ല, അമ്മൂമ്മ അത് വെട്ടിത്തുടങ്ങിക്കോ. വെളിച്ചെണ്ണയായിട്ട് ഞാൻ പുറകെ വരാം. എളുപ്പം അങ്ങോട്ട് വരണം. നീ 2 മാങ്ങ പറിച്ചിട്ട് വരാം. ദൈവമേ, അമ്മൂമ്മ ആ സഞ്ചി എങ്ങനെ തുറന്നു നോക്കിയ പണി കിട്ടുവോ? ഞാൻ സഞ്ചിക്കകത്തെ ഇതേ അളവിലുള്ള വേറെ ബോക്സ് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അമ്മ അത് തുറന്നു നോക്കിയാ പെട്ട്. ഞാൻ കനകേച്ചി അവിടെ നിർത്തിയിട്ടാണ് വന്നേക്കണത്. അമ്മയെ കൊണ്ട് ആ സഞ്ചി തുറയിപ്പിക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓ അമ്മയുടെ ഓരോരോ കാര്യങ്ങൾ ബുദ്ധി തന്നെ. എന്തോരം ഉടായിപ്പല്ലേ ഞാൻ ഇത്തവണ ലീവിന് വന്നപ്പോ പഠിച്ചേക്കുന്നത്. ഇനി എന്തോരം പഠിക്കാൻ കിടക്കുന്നേ. തൽക്കാലം മോനെ ആ റേഡിയോ നന്നാക്കാൻ നോക്ക്. ഞാനാ? നീയല്ലേ ഏറ്റത്? നീയല്ലേ ഈ ഇലക്ട്രോണിക്സ് സാധനങ്ങളുടെ കൂടെ കിടന്ന് വളർന്നത്? സിദ്ധുവേ, നിനക്കേ ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ അത്യാവശ്യം നന്നാക്കാൻ അറിയാവുന്ന എനിക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് മക്കള് തന്നെ ഇത് നന്നാക്ക്. ഇന്നാ ഞാൻ തന്നെ നന്നാക്കാം അല്ലേ? റിസ്ക് ആണ്. നോക്കാന്ന്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. என்னம்மா? ബാക്കിയുള്ളവരൊക്കെ എവിടെ? அங்க இருக்காங்க. വിളിക്ക്. எதுக்கம்மா? വിളിക്കാൻ പറഞ്ഞാ വിളിച്ചാ മതി. കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. லெச்சு, கௌரி, கல்லு, பாரு, பவானி. லெச்சு, கௌரி, கல்லு, பாரு சீக்கிரம் வாங்க. വരുന്നു. എന്താ അമ്മൂമ്മ? സിദ്ധു എവിടെ? സിദ്ധു കടയിൽ പോയി. ഇതെന്താ? ഇതെന്താ? ഇത് ഇന്ത്യ പുതിയതായിട്ട് വിക്ഷേപിക്കാൻ പോകുന്ന റോക്കറ്റിന്റെ ഭാഗമാ. ഇതിപ്പോ ഉണ്ടാക്കുന്നത് പാറമട വീടിന്റെ അടുക്കളയിലാ. എറിയാനുള്ള പരിപാടി ഇച്ചിരി ഒതുങ്ങിയോ? സത്യം പറഞ്ഞോണം. എന്റെ റേഡിയോ അവിടെ. സത്യം പറയാനാ പറഞ്ഞത്. എന്റെ ഭർത്താവിന്റെ റേഡിയോയാ. അതെ, ഇങ്ങോട്ട് പോരുന്നപ്പോ എനിക്ക് അത് അവിടെ ഇട്ടിട്ട് പോരാൻ തോന്നിയില്ല. നിന്റെയൊക്കെ ഇടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് വിചാരിച്ചതാ. 40-40 വർഷം പഴക്കമുള്ള റേഡിയോയാ. അതും മദ്രാസിൽ നിന്ന് കൊണ്ടുവന്നത്. 40 വർഷം പഴക്കമുണ്ടാ? നീ മിണ്ടരുത്. നീയാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതിന് ഞാൻ എന്ത് ചെയ്ത്? കനകം, നീയും എന്നെ ചതിച്ചല്ലോ. ഗൗരി, എനിക്കറിയാം നീ അതെടുത്ത് പൊളിച്ചു വിൽക്കാൻ ശ്രമിച്ചു കാണും. അമ്മയുടെ ഭർത്താവ് എന്ന് പറയുമ്പം എന്റെ അച്ഛൻ, അതായത് ഇവരുടെ അപ്പുപ്പൻ. അപ്പൊ അമ്മയ്ക്ക് അവകാശം ഉള്ളത് പോലെ തന്നെ ആ റേഡിയോയുടെ അവകാശം ഞങ്ങൾക്കും ഉണ്ട് അല്ലേ? അത് തന്നെ, അവകാശം ഞങ്ങൾക്കും ഉണ്ട്. ഓ, അപ്പൊ റേഡിയോയ്ക്ക് അവകാശം പറഞ്ഞു തുടങ്ങി. പഴയ റേഡിയോ, പുരാവസ്തു. അപ്പം മൊബൈലിലൊക്കെ നോക്കിക്കാണും ഇതിന് എത്ര രൂപ കിട്ടും, എവിടെ കൊടുക്കാൻ പറ്റും എന്നൊക്കെ.
അങ്ങനെ എല്ലാരൂടെ കൂടി ആലോചിച്ചിട്ട് അതങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചു കാണും. കറക്റ്റ്, അമ്മുമ്മയുടെ നിഗമനം കറക്റ്റ്. ഞങ്ങൾ അതിന്റെ വില ഓൺലൈനിൽ നോക്കിയായിരുന്നു. അമ്മായി ബാക്കി പറ. ആ അങ്ങനെ ഓൺലൈൻ നോക്കിയിട്ട് ഞങ്ങൾ ഓൺലൈനിൽ വിൽക്കാനിട്ട് ഇട്ടപ്പ തന്നെ ഡിമാൻഡോട് ഡിമാൻഡ്. 2 ഇംഗ്ലണ്ടുകാർ $3 ലക്ഷം തരാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അപ്പൊ തന്നെ പാഴ്സൽ ചെയ്തു. ആ ഞങ്ങൾ വിറ്റ് ഐറ്റം. നിങ്ങൾ എല്ലാരും എന്നെ ചതിച്ചില്ല. എന്റെ ഭർത്താവിന്റെ റേഡിയോ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ